ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള അടിപൊളി ജ്യൂസാണ്. ഈ ചൂടിനും നോമ്പിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 പീസ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പീസിൻ്റെ നമുക്ക് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനതിൽ 1 പീസ് ഇതുപോലെ ചെറുതായിട്ട് കുരുവൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു 5-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കുതിർന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് ഇത് തയ്യാറാക്കുമ്പോഴത്തേനും നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് നല്ല മധുരമുള്ള തണ്ണിമത്തങ്ങ ആയത് കാരണം നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും കലോറീസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 92% ജലാംശം ഉള്ളത് കാരണം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒട്ടും പഞ്ചസാര ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം. പാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അരയാനും മാത്രമുള്ള പാല് കുറച്ച് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി 1 പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുരുവൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്കിതിലേക്ക് ഇടാം. പിന്നെ കുരു നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഞാനിവിടെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കെങ്ങാനും ഒരു കുരു ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ചെറിയ തവി എടുത്തതിന് ശേഷം തവിയോ സ്പൂണോ ഒക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനത് ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കസ്കസ് ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കസ്കസ് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. കുറച്ച് പാൽ അതിൽ നിന്ന് ഒഴിച്ചിട്ടാണ് നമ്മളത് അരച്ചെടുത്തത്. ഇനി ബാക്കിയിരിക്കുന്ന പാലൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ പാൽ ഐസ് കട്ട പോലെ ആയിട്ടുണ്ട്, അതുകൂടെ നമുക്കിതിലിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. ഇത് സിമ്പിളായിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓർന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ ഇതിന് ഓൾറെഡി നല്ല മധുരമുള്ള തണ്ണിമത്തനായതുകൊണ്ട് ഇതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.